വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിനെ നാട്ടിൽ തേടി നടപ്പൂ. ഇതുപോലെയാണ് ഇപ്പൊ ശബരിമലയിലെ സ്വർണം ഏതൊക്കെ CPM നേതാക്കളുടെ വീട്ടിലുണ്ട്, ഏതൊക്കെ UDF നേതാക്കളുടെ വീട്ടിലുണ്ട്, ഏതൊക്കെ BJP നേതാക്കളുടെ വീട്ടിലുണ്ട്. ഇത് തേടി നടപ്പാണ് EDയുടെ SITയുടെ ഒക്കെ പണി. ഇപ്പോ ഒരു മന്ത്രി പറയുകയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. ഇത് മന്ത്രി പറയുന്നതിന് മുൻപേ ABC മലയാളവും മീഡിയ മലയാളവും ആവർത്തിച്ച് പറയുകയും ചോദിക്കുകയും ചെയ്ത കാര്യമാണ്. മന്ത്രി പറയാൻ വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. സോണിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. അതെങ്ങനെ എത്തി? എവിടത്തെ സ്വർണം? അത് കടൽ കടത്തിയോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഒരു ചെറിയ വ്യക്തിയല്ല. പാർട്ടിയിൽ UDF എന്ന് പറയുന്ന പാർട്ടിയിൽ ഏറ്റവും മുതിർന്ന ഒരാളാണ് സോണിയാഗാന്ധി. ഏറ്റവും മുന്നിൽ സ്ഥാനമുള്ള ഒരാളാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിക്ക് ശബരിമലയുമായി, ഹിന്ദു വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലാത്ത സോണിയാഗാന്ധിക്ക് എങ്ങനെ ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയുമായി അല്ലെങ്കിൽ ഒരു അടിച്ചുകളിക്കാരനുമായി ബന്ധമുണ്ടായി? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യത്തിന് ഇതുവരെ UDFO അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മന്ത്രി പറയുകയാണ്. ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മന്ത്രി പറയുകയാണ്. ഞാൻ BSM മാസ്റ്ററുടെ ചർച്ച ചെയ്യുന്ന സമയത്ത് BSM മാസ്റ്റർ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇറ്റലി പോയാൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം വരേണ്ട അതിനൊരു കമൻറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറ്റലി പോയാൽ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഇപ്പം കേസ് മൂക്കുകയാണ്. കേസ് വളരെ കൃത്യമായിട്ട് കൃത്യസമയത്ത് കേന്ദ്രം അതിനകത്ത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വേണമെങ്കിൽ ആലോചിക്കാം. ED വന്നതിന് ആരേലും തർക്കം പറയുന്നുണ്ടോ? അപ്പം ഇല്ലല്ലോ. ED വരുന്നതിനകത്ത് തർക്കം ഉണ്ടെങ്കിലും തർക്കം പറഞ്ഞാൽ ആ തർക്കം പറയുന്നവൻ പ്രതിയാകുന്ന ഒരവസ്ഥ വരും. EDക്ക് കുഴപ്പമൊന്നും വാസവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ED അത്ര വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തി. EDയുടെ കുഴപ്പം EDയെ അത്ര കുഴപ്പത്തിലാന്ന് പറയാൻ പറ്റത്തില്ല. കുഴപ്പത്തിലാന്ന് പറയുന്നവൻ കൊള്ളക്കാരനാകും. അപ്പോൾ ഇപ്പം ഇതിനകത്ത് വരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഒരു കാർട്ടലാണ്. ഈ കാർട്ടലായതുകൊണ്ട് അതിനകത്ത് ഈ പറഞ്ഞ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർ പമ്മിയിരിക്കുന്നത്. എന്താ പമ്മിയിരിക്കുന്നത്? അത് കോടതി അന്വേഷിക്കുകയല്ലേ. കോടതി അന്വേഷിക്കുന്നതിനകത്ത് ഞങ്ങൾ അഭിപ്രായം പറയുന്നത്. കോടതി അന്വേഷിക്കുന്നതിനകത്തല്ലേ ഇവന്മാർ ആരന്വേഷിക്കുന്നതിനകത്ത് അഭിപ്രായം പറയുന്നവർ ആരാ? നമുക്ക് പറയാമല്ലോ പല കേസുകളുടെയും കാര്യത്തിനകത്ത് കോടതി അലക്ഷ്യം വരെ മേടിച്ചിട്ടുള്ള നേതാക്കന്മാരാ കോൺഗ്രസിനകത്ത് CPM ഇതിനകത്ത് മാത്രം കോടതി അന്വേഷിക്കുന്നില്ലേ അതിനകത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയും പണ്ടാരം ഉടങ്ങി അങ്ങ് തീരണം. പെട്ടവൻ പെട്ടു, അവിടെ കിടന്നവൻ പുഴുക്കട്ടെ എന്നുള്ള രീതിയാണ്. അത് ഇവരെല്ലാം കൂടെ തീരുമാനിച്ച് വെച്ചിരിക്കുന്നു. അപ്പം കോടതി ഇപ്പോൾ അതിനകത്ത് 98 തൊട്ട് അന്വേഷിക്കണം, ഗൂഢാലോചന അന്വേഷിക്കണം, അല്ലെങ്കിൽ വ്യാപ്തി അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പം അത് ഈ 11 പ്രതികളിൽ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ED വന്ന് ഇന്നലെ സംഭവം. ഇപ്പം ഇതിനകത്ത് നിയമസഭ കൂടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പ്രകാശ് അവിടെ ചെന്നതായിട്ട് ED കണ്ടെത്തിയിട്ടുണ്ട്. വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ പത്തനംതിട്ട MPയുടെ കാര്യം അറിയാമല്ലോ, പോറ്റിയുടെ കൂടെ നിൽക്കുന്നു. സോണിയാഗാന്ധിയുടെ കൂടെ കാര്യങ്ങൾ അതിനകത്ത് നേരത്തെ നമ്മളിത് പലവട്ടം പറയുമ്പം ഒരു പ്രാവശ്യം മുഖ്യമന്ത്രി ഈ പറഞ്ഞ പോറ്റിയുടെ കാര്യം അന്വേഷിക്കും. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി അങ്ങ് വിഴുങ്ങുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തിനു വിഴുങ്ങുന്നു? പ്രതിപക്ഷ നേതാവേ, നിങ്ങൾ CPM ആണ് ഇതിനകത്ത് കുറ്റക്കാരനെങ്കിൽ നിങ്ങൾ സമരം ചെയ്യണം. കാരണം ഇവിടെ ആ സമരം ഏറ്റെടുക്കാൻ സാധാരണക്കാരനുണ്ടാവും. ആ സാധാരണക്കാരൻ ഒരു പാർട്ടി മറന്ന് നിങ്ങളുടെ കൂടെ നിൽക്കും. അതാണ് ശബരിമല വിഷയത്തിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് BJP നിന്നപ്പോൾ ആ BJPക്ക് എൻ്റെ ഗുണം ചെയ്തില്ല. അപ്പോൾ അതിനകത്ത് നിങ്ങളെന്തിനാ? പിന്നെ അതല്ല, CPM ആണ് ഇപ്പം സോണിയാഗാന്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ പരസ്യമായിട്ട് ഇറങ്ങണ്ടേ, പറയണ്ടേ? എന്തും പറയാൻ പറ്റുന്ന, ഇല്ലാത്തത് പടച്ചുവിടാൻ ഏറ്റവും വാക്ചാരിതയും സംഘടനാ സെറ്റപ്പും ഉള്ള പാർട്ടിയാണല്ലോ CPM. സോണിയാഗാന്ധി ഉണ്ട്. ഇപ്പം ഇത് ഇവർക്ക് മൂത്ത് വരുമ്പോൾ ഇന്ന് നിയമസഭ കൂടി എനിക്ക് തോന്നുന്നു തുടങ്ങി കൂടി. അപ്പം നിയമസഭ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടല്ലോ. കാരണം എത്ര SIT മാറ്റി നിർത്തിണക്കെ ഇന്നലെ ഇവർ വന്നു, അവരതിൻ്റെ റൂട്ട് കറക്റ്റ് ചെയ്തോണ്ടിരിക്കുക. അവർ കാര്യങ്ങൾ കിട്ടി, കയ്യാലപ്പുറത്തല്ല കാര്യങ്ങൾ കിട്ടി. കാരണം സാറ് കുഴപ്പക്കാരൻ അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല, നീ കുഴപ്പക്കാരനാണെന്ന് കിട്ടി, കുഴപ്പക്കാരനാണെന്ന് കിട്ടി. അതിൻ്റെ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കണം എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പം സാമ്പത്തിക ക്രമക്കേട് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം വേളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പോറ്റിയുടെ കൂടെ എന്തിന് 2 വട്ടം നിന്ന് നമ്മൾ ചോദിച്ച ചോദ്യം. പോറ്റിയുടെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് പോറ്റിയുടെ കൂടെ നിൽക്കണമെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല. അത്ര വലിപ്പത്തിലുള്ള സ്ത്രീ അവർ. അതിൻ്റെ കൂടെ പ്രകാശുണ്ട്, പത്തനംതിട്ട MP ഉണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്. ഇതിനെ അവിടെ എത്തിച്ചതാര്? മാത്രമല്ല എന്താണ് ഇവരുടെ ബന്ധം? കാരണം ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രനും രാജു ഏബ്രഹാമും അവിടെ പോയെന്ന് പറയുമ്പോൾ ഇതുപോലെ പ്രകാശ് അവിടെ ചെന്ന് ഇന്നലെ വെളിപ്പെടുത്തുന്നുണ്ട്. ആരാ? പലവട്ടം പ്രകാശൻ എന്തിനാണ് അവിടെ പോകുന്നത്? എനിക്കറിയാൻ ഇപ്പം തന്ത്രിയുടെ വീട്ടിൽ വരെ പോയാൽ നമുക്ക് അംഗീകരിക്കാം. തന്ത്രിയുടെ വീട്ടിൽ ഒരു മന്ത്രിക്ക് പോകേണ്ട കാര്യമില്ല, പ്രോട്ടോക്കോൾ അനുസരിച്ച് പോകണോ സാറേ? പോകേണ്ട കാര്യം. MPക്ക് പോകേണ്ട കാര്യമുണ്ടോ?
തന്ത്രിയല്ല ഇവർ വേണമെങ്കിൽ ഇവന്മാർ വിളിക്കുന്നിടത്ത് ചെല്ലും. അപ്പം അതിന് കാര്യമില്ല. അപ്പം എന്നാലും അങ്ങ് പോട്ടെ. ഈ അടിച്ചുകളിക്കാരൻ്റെ വീട്ടിൽ ഇവരെല്ലാം കൂടെ എന്തിനാ പോകുന്നത്? സോണിയാഗാന്ധി ഉണ്ട്, കോൺഗ്രസ് എംപിമാരുണ്ട്, അല്ലെങ്കിൽ അയാൾ അന്ന് 2004 കയറിയപ്പോഴാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള ഇപ്പോൾ കെ സിയുടെ പേര് വരുന്നുണ്ട്. കെ സി കയറിയതും പോറ്റി കയറിയതും ഒരുപോലെ. കെ സി കയറിയത് എങ്ങനെ? കാർത്തികൻ എന്ന് പറയുന്ന വളരെ ആർക്കും ആക്ഷേപമില്ലാത്ത ഒരു മിനിസ്റ്ററെ ആ വകുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കെ സി അവിടെ അന്ന് മന്ത്രിയാവുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ സാറേ ഇത് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാൻ എല്ലാവരുടെയും പേര് വെളിയിൽ കൊണ്ടുവരും. ഇപ്പം സോണിയാഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്, സ്വർണം വീട്ടിലിരിപ്പിട്ടുണ്ട്, സ്വർണം കടൽ കടത്തിയത് അവരാ, അല്ലെങ്കിൽ അവരുടെ അനിയത്തിയ ഈ പറയുന്ന ഭാദ്രിയാന്നൊക്കെ പറയുമ്പോൾ തിരിച്ചും കൊണ്ട് പറയും. അവനെ ഇഡിക്ക് അന്വേഷിക്കേണ്ടി വരത്തില്ല, CBIക്ക് അന്വേഷിക്കേണ്ടി വരത്തില്ല. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉള്ള കാര്യം വെളി വരും. നമുക്ക് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയാണല്ലോ ഈ വിഷയം വളരെ രൂക്ഷമായിട്ട് വളർന്നത് അല്ലേ? അദ്ദേഹം പറഞ്ഞ് എന്താണ് 500 കോടിയുടെ എന്തായാലും കുറെ ആൾക്കാർ കുടിക്കേണ്ടി 1000 കോടി എന്നാ പറഞ്ഞ 500 കോടി ഇടപാട് കഴിഞ്ഞു. ബാക്കിയുള്ള 500 കോടിയുടെ കാര്യത്തിലുള്ള തർക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള കച്ചവടക്കാരൻ പറഞ്ഞാണ്. അതാണ് മണി നേരത്തെ മണിയുടെ വീട്ടിൽ ഇന്നലെ റെയ്ഡ് നടന്നു. മണിയുടെ വീട്ടിൽ ഇന്നലെ റെയ്ഡ് നടന്നു, മാറ്റി നിർത്തിയ മണിയുടെ വീട്ടിൽ. അപ്പോൾ മണിയൊക്കെ നേരത്തെ മാറ്റി വിട്ടതാണെങ്കിലും അവസാനം മണിയുടെ വീട്ടിലും റെയ്ഡ് നടന്നിട്ടുണ്ട്. എല്ലായിടത്തും റെയ്ഡ് നടക്കുകയും ഇവർ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കുകയൊക്കെ ചെയ്ത് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരെല്ലാമാണ് കൃത്യമായിട്ട് ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും എല്ലാവരും പെടാനുള്ള സാധ്യതകളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്നത്. ഇന്ന ഒരു പാർട്ടിയെ മാറ്റി നിർത്താതെ എല്ലാ പാർട്ടിക്കാരും നിങ്ങളുടെ കഴിഞ്ഞു, ഇനി അടുത്താവട്ടെ എന്ന നിലയ്ക്ക് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ അമ്പരപ്പിക്കുന്നത്. പക്ഷെ പ്രശ്നം ഇപ്പോഴും ഈ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയ പാളി എവിടെയാണ്, തൊണ്ടി മുതൽ എവിടെയെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അത് ഇതുവരെ കിട്ടിയില്ല. ഇല്ല, അത് ഗണപതിയിലുണ്ട്. അതാണ് പ്രശ്നം. തൊണ്ടി മുതൽ കിട്ടാതെ ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് ഇവന്മാരെയൊക്കെ ജയിലിലേക്ക് വിടാനായിട്ടുള്ള ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതിന് ഒരു തുമ്പും ഇതുവരെ ഉണ്ടാക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടുമില്ല. SITയുടെ അന്വേഷണം എത്തിയിട്ടില്ല. ഇനി എത്താൻ പറ്റുന്നിടത്തല്ല അല്ല അതാണ് SITക്ക് ഒന്നും ചെയ്യാനില്ല അല്ലേ? SITയുടെയൊക്കെ അപ്പുറത്ത് അതുക്കും മേലെയാണ്. ഇന്റർപോളൊക്കെ വരേണ്ടി വരും. കാരണം ഇത് കടൽ കടന്നു പോയതാണ് എങ്കിൽ, അതായത് ഞാൻ എപ്പോഴും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, കോടതി ഈ കേസ് തുറക്കുന്ന അവസരത്തിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ളക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. ഈ അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കടൽ കടന്ന് പോകേണ്ടി വരും. അപ്പോൾ കടൽ കടന്ന് പോകാനായിട്ടുള്ള അധികാരം SITക്ക് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഇത് എനിക്ക് തോന്നുന്നു CBIയിലേക്കൊക്കെ തന്നെ വേണമെങ്കിൽ അവസാനം എത്താക്കാം. CBI വരും, ഉറപ്പായിട്ടും വരും അല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, ശബരിമലയ്ക്ക് വരാൻ പോകുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഈ രീതിയിൽ ശബരിമല ഇനി തുടരില്ല. കേന്ദ്രം ഇതിനകത്ത് ഇടപെടുകയും അവസാനം നമ്മൾ തിരുപ്പതിയുടെ ഒരു മാതൃകയിലേക്ക് ശബരിമലയുടെ ഭരണ സംവിധാനങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയും ഇതിനകത്ത് തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം ഇതിൻ്റെ പോക്ക്. അല്ലാണ്ട് പലരും വിചാരിക്കുന്ന പോലെ ഇതിങ്ങനെ ഒരു അന്വേഷണം നടന്നു, SITയുടെ അന്വേഷണം കഴിഞ്ഞു, EDയുടെ അന്വേഷണം കഴിഞ്ഞു, കുറെ കഴിഞ്ഞ് CBI കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞും വീണ്ടും ശബരിമല പഴയ പോലെ അത് നടക്കും. അതായത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടല്ലോ, നെയ്യുണ്ട്, തേങ്ങയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, മനസ്സിലായ. അപ്പോൾ ആ അരവണ അടക്കമുള്ള അപ്പം, അരവണ എല്ലാ സാധനങ്ങളിലും ഇവരിങ്ങനെ, അതായത് എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്തവത്സലന്മാരായിട്ടുള്ള വലിയ സംഘം ഉണ്ടല്ലോ, അവർ മുഴുവനും ഈ പറഞ്ഞ വള്ളസംഘമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പോകുന്നത് ഉദ്യോഗസ്ഥരായിട്ട് പോകുന്നതും കർമ്മികളായിട്ട് പോകുന്നതൊക്കെ കാശടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. അതിനൊരു മാറ്റം വരുന്ന തരത്തിലാണ് ഈ കേസ് അവസാനിക്കാനായിട്ട് പോകുന്നുള്ളൂ. ആ മാറ്റം വരുന്നത് അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.